നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്ത വെള്ളം കുടിക്കാൻ പാടില്ല, തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ രക്തക്കുഴൽ പൊട്ടി ഉടനെ തന്നെ മരണപ്പെടും എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിരുന്നു ആ വാർത്ത? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ചൂട് കൂടിയത് കൊണ്ട് തന്നെ സൂര്യാഘാതം, സൂര്യതാപം മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നാണ് അധികൃതർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ ആനമണ്ടത്തരം ആരൊക്കെയോ ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം വ്യാജ വാർത്തകളെ നാം തിരിച്ചറിയുകയും മറ്റുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ സത്യത്തെ നാം എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആളുകൾ അനാവശ്യമായി ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവായി ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ആരും തന്നെ പ്രചരിപ്പിക്കരുത്. മനുഷ്യ ശരീരത്തിലെ ആന്തരിക താപം ഏതാണ്ട് ഒരു 37 ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്താൻ വേണ്ടി ശരീരത്തിന് കഴിയുന്നുണ്ട്. ആ ചൂടുള്ള പ്രദേശത്ത് പോയാൽ പോലും ആ താപനില മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശരീരത്തിന് സാധിക്കും. വെള്ളം ചൂടായി കുടിച്ചാലും തണുപ്പിച്ച് കുടിച്ചാലും ശരീരത്തിൻ്റെ ഉള്ളിലെ താപനിലയ്ക്ക് വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുമ്പോൾ ചൂടുള്ള വെള്ളമാണെങ്കിൽ അല്പം തണുക്കാനും, തണുപ്പുള്ള വെള്ളമാണെങ്കിൽ അല്പം ചൂടാകാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ താപനിലയും രക്തക്കുഴലുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ്റെ പല ഭാഗത്തും 40ഉം 50ഉം ഒക്കെ ഡിഗ്രി ചൂടുള്ള സ്ഥലങ്ങളില്ലേ? നിങ്ങൾ അവിടെയൊക്കെ ആരുടെയെങ്കിലും രക്തക്കുഴൽ പൊട്ടിയ വാർത്ത വായിച്ചിട്ടുണ്ടോ മുമ്പ് എപ്പോഴെങ്കിലും? ഇല്ല, എവിടെയും ഇതുവരെ ലോകത്തെവിടെയും തണുത്ത വെള്ളം കുടിച്ച ഉടനെ തന്നെ ആളുകളുടെ രക്തക്കുഴൽ പൊട്ടി മരണപ്പെട്ടതായി ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. പല വിധത്തിലുള്ള സൂര്യാഘാതം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുകയും അതൊരിക്കൽ നമ്മുടെ രക്തധമനികളെ ബാധിക്കുകയോ രക്തക്കുഴലുകൾക്ക് യാതൊരുവിധ പോറൽ സംഭവിക്കുകയോ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീമുകൾ വിൽക്കപ്പെടുന്ന ഏത് സമയത്താണ് അല്ലേ? തണുത്ത വെള്ളത്തേക്കാൾ എത്രയോ സ്ട്രോങ് തണുപ്പുള്ളതല്ലേ ഐസ്ക്രീമുകൾ. അത് ധാരാളം വിറ്റഴിക്കുന്ന ചൂട് കാലത്തല്ലേ? നല്ല ചൂടുള്ള സമയത്ത് ആളുകൾ ഐസ്ക്രീം കഴിക്കുന്നില്ലേ? നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നും കടകളിലേക്ക് പോയി നല്ല ഷെയ്ക്കുകൾ, ജ്യൂസുകൾ അല്ലേ, ഐസ് ക്യൂബുകൾ ഇട്ട വെള്ളങ്ങൾ ആളുകൾ കുടിക്കുന്നില്ലേ? ആരെങ്കിലും കുഴഞ്ഞു വീഴുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ പോലും ചൂട് കാലത്ത് ധാരാളം ഐസ്ക്രീമുകൾ കഴിക്കുന്നില്ലേ? ആരുടെയെങ്കിലും രക്തക്കുഴൽ പൊട്ടിയതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനോടൊപ്പം തന്നെ ചിലർ പടർത്തി വിടുന്ന മറ്റൊരു വാർത്തയാണ് ചൂട് കാലാവസ്ഥയിൽ നിന്നും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഉടനെ തന്നെ പച്ചവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും എന്ന രീതിയിലൊക്കെ. എന്തൊരു ദുഃഖകരമായ അവസ്ഥയാണിത്. എന്തിനു വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? ആളുകളെ ഭയപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ദയവായി ഇത്തരം വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിക്കല്ലേ. നിങ്ങൾ സത്യാവസ്ഥ നിങ്ങൾ ആളുകളിലേക്ക് പ്രചരിപ്പിക്കൂ. ആളുകളെ ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ആളുകൾക്ക് ഏത് വെള്ളമാണോ ഇഷ്ടമുള്ളത് കുടിക്കാൻ കിട്ടുന്നത് അത് കുടിക്കട്ടെ. അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഭയപ്പെടുത്തല്ലേ. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് കിണറിൽ നിന്നും കോരുന്ന നമ്മുടെ കാലാവസ്ഥയോട് യോജിക്കുന്ന താപനിലയിലുള്ള വെള്ളം കുടിക്കുന്നതാണ്. ചൂടുവെള്ളത്തെക്കാളും തണുത്ത വെള്ളത്തെക്കാളും നല്ലത് ഡയറക്റ്റ് കിണറിൽ നിന്ന് കോരി കുടിക്കുന്ന വെള്ളമാണ്. ചില സന്ദർഭങ്ങളിൽ ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാലും അതേപോലെ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതൊന്നും രക്തക്കുഴൽ പൊട്ടുകളൊന്നുമല്ല, അല്ലാതെയുള്ള തൊണ്ടവേദന നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അതുപോലെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ ഏത് വെള്ളമാണോ കുടിക്കാൻ കഴിയുന്നത് ആ വെള്ളം കുടിക്കുകയും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുകയും വ്യാജ വാർത്തകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.